കശ്മീരിലെ കുപ്വാരയിൽ സാമൂഹിക പ്രവർത്തകന് നേരെ വെടിയുതിർത്ത ഭീകരർ. 45-കാരൻ ഗുലാം റസൂൽ മാഗ്രയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ തന്നെ തുടരുന്നുണ്ട്. അർജുൻ, എപ്പോഴാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്? ഇപ്പോൾ ഒരു സാമൂഹിക പ്രവർത്തകന് നേരെയാണ് ഈ ഭീകരർ വെടിയുതിർത്തത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? ജയലക്ഷ്മി, ഈ ഒരു ആക്രമണത്തിന് പിന്നിലും ലഷ്കർ ഭീകരനാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. ഈ സാമൂഹിക പ്രവർത്തകൻ ഗുലാം റസൂൽ മാഗ്രയുടെ വസതിയിൽ വെച്ച് ഇന്നലെ വൈകിട്ടാണ് എന്തായാലും ഈ ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വയറിലും അതുപോലെ തന്നെ കൈത്തണ്ടയിലും വെടിയേറ്റ് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഭയപ്പെടാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ സ്റ്റേബിളാണ് എന്നുള്ളൊരു വിവരം കൂടി ആശുപത്രി അധികൃതരിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് ഈ ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ കൃത്യമായിട്ടും ഏതൊക്കെ ഭീകരരാണ് എന്നുള്ള കാര്യത്തിലൊരു കൃത്യമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും ഈ ഏജൻസികളും അതുപോലെ തന്നെ സുരക്ഷാ സേനയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയ തോതിൽ സുരക്ഷാ സേനയും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ സഹായം തേടിയിരുന്നു. അതിൽ സാമൂഹ്യ പ്രവർത്തകർ വലിയ തോതിൽ സഹായം നൽകിക്കൊണ്ട് പ്രത്യേകിച്ചും കശ്മീർ ജനതകളെ ഒപ്പം നിർത്തി ഈ ഭീകർക്കെതിരെയുള്ള ആ ഒരു മാൻ ഹണ്ടിൽ പോലീസിനൊപ്പം ചേർത്ത് നിർത്താൻ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരാണ്. തദ്ദേശീയരായിട്ടുള്ള ആളുകളിൽ തന്നെ നേരിട്ട് കടത്തിലിറങ്ങി കശ്മീരിൽ വസിക്കുന്ന ഭീകരരെ കണ്ടെത്താൻ ഇറങ്ങുമ്പോൾ അത് അവർക്ക് ഭീഷണിയാകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തകർക്കെതിരെയും ആക്രമണം നടത്തുന്നത് എന്നുള്ളൊരു സംശയം എന്തായാലും നിലവിൽ ഈ സുരക്ഷാ സേനയ്ക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും അതുപോലെ തന്നെ ഈ നിലവിൽ ഈ ആക്രമണത്തിന് മുന്നിലുള്ളവരെയും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് എന്തായാലും സൈന്യം കടന്നിട്ടുമുണ്ട്. ശരി അർജുൻ, എന്തായാലും ഈ ആക്രമണത്തിന് പിന്നിലുള്ള ആളുകളെ തേടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 45-കാരൻ ഗുലാം റസൂൽ മാഗ്രയ്ക്കാണ് ആക്രമണം ഉണ്ടായത്. അദ്ദേഹം ആശുപത്രിയിലാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.